നമസ്കാരം. T20 ലോകകപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിലെ 3 സീനിയർ താരങ്ങളാണ് ഒരുമിച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. നായകൻ രോഹിത് ശർമ്മയും സൂപ്പർ താരം വിരാട് കോഹ്ലിയും സ്പിൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയുമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടെ ഇന്ത്യൻ ടീമിൽ ഉടച്ചു വാർക്കൽ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. നായക സ്ഥാനത്ത് നിന്ന് രോഹിത് മാറിയതോടെ പുതിയ T20 നായകനെ ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതായുണ്ട്. ഈ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യതയുള്ളത് ഹർദിക് പാണ്ഡ്യയ്ക്ക് തന്നെയാണ്. അവസാന T20 ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഹർദിക് ആയിരുന്നു. എന്നാൽ പരിക്കേറ്റതോടെ നായക സ്ഥാനത്തേക്ക് രോഹിത് വീണ്ടും എത്തുകയായിരുന്നു. ഇപ്പോൾ രോഹിത് പടിയിറങ്ങുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഹർദിക് ആകും എത്തുകയെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഹർദിക് പാണ്ഡ്യ പുതിയ നായകനായാൽ ചില താരങ്ങളുടെ കരിയറിൽ അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ അവസരങ്ങൾ T20 ടീമിൽ ചിലർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ അവസരം ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഇതിൽ ഒന്നാമത്തെ താരം KL രാഹുലാണ്. ഇന്ത്യയുടെ സീനിയർ താരമായ രാഹുൽ നിലവിൽ T20 ടീമിന് പുറത്താണ്. ലോകകപ്പ് ടീമിൽ നിന്ന് രാഹുൽ തഴയപ്പെടുകയും ചെയ്തു. എന്നാൽ ഹർദിക്കുമായി അടുത്ത സൗഹൃദമുള്ള താരമാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ ഹർദിക് ക്യാപ്റ്റനാകുമ്പോൾ രാഹുലിന് കൂടുതൽ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗൗതം ഗംഭീറാകും ഇന്ത്യയുടെ പുതിയ പരിശീലകൻ. ലക്നൗ സൂപ്പർ ജയൻസിൽ ഗംഭീറിന് കീഴിൽ കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ. ഈ ബന്ധവും രാഹുലിന് T20 ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താൻ സഹായിക്കുന്ന ഘടകമാണ്. മറ്റൊരു താരം ഇഷാൻ കിഷനാണ്. മുംബൈ ഇന്ത്യൻസിൽ ഹർദിക്കിന്റെ സഹതാരമാണ് ഇഷാൻ കിഷൻ. അവസാന സീസണിൽ ഹർദിക് മുംബൈയുടെ നായകനായപ്പോൾ വലിയ വിമർശനം ഉയർന്നിരുന്നു. ടീമിനുള്ളിലെ പല പ്രമുഖരും ഹർദിക്കിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ പിന്തുണച്ച താരങ്ങളിൽ ഒരാൾ ഇഷാൻ കിഷനായിരുന്നു. ഹർദിക്കിനൊപ്പം പ്രത്യേക പരിശീലക ക്യാമ്പിൽ അടക്കം ഇഷാൻ പങ്കെടുത്തിരുന്നു. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ് ഇഷാൻ. BCCI കരാർ നഷ്ടപ്പെട്ട താരത്തെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ തിരിച്ചുവരവ് നടത്താൻ ഹർദിക് നായകനായാൽ സാധിക്കുമെന്നാണ് വിലയിരുത്തേണ്ടത്. ഹർദിക്കിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഇഷാൻ കിഷൻ. ഇനി മറ്റൊരു താരം ശുഭ്മാൻ ഗില്ലാണ്. അടുത്ത കോഹ്ലി എന്ന് വിശേഷിക്കപ്പെട്ട താരമാണെങ്കിലും നിലവിൽ ഗില്ല് ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ്. എന്നാൽ ഹർദിക് നായകനായാൽ ഗില്ലിന് കൂടുതൽ അവസരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗംഭീറും പ്രശംസിച്ചിട്ടുള്ള താരം കൂടിയാണ് ശുഭ്മാൻ ഗില്ല. 3 ഫോർമാറ്റിലും വലിയ കരിയർ നേടാൻ പ്രതിഭയുള്ളയാളാണ് ഗില്ലെന്നാണ് ഗംഭീർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഹർദിക്കുമായുള്ള അടുത്ത ബന്ധം താരത്തിന് കൂടുതൽ പരിഗണന ലഭിക്കാനും ഇടയാക്കും. എന്നാൽ ചില താരങ്ങളെ ഹർദിക് തഴങ്ങിയേക്കുമെന്നതും മറ്റൊരു വസ്തുതയാണ്. അതിലൊരാൾ തിലക് വർമ്മയാണ്. മുംബൈ ഇന്ത്യൻസിലെ ഹർദിക്കിന്റെ സഹതാരമാണ് തിലക്. എന്നാൽ അവസാന സീസണിൽ ഹർദിക്കും തിലകും തമ്മിൽ വാക്ക് തർക്കമുണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹർദിക് നായകനായാൽ തിലകിന് ടീമിലെടുക്കാൻ സാധ്യതകൾ തീരെ കുറവാണ്. യുവതാരത്തെ ഒതുക്കാൻ ഹർദിക് ശ്രമിക്കുന്നതായാണ് സാധ്യതകൾ നേരത്തെയും ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. ഇനി മറ്റൊരു താരം സഞ്ജു സാംസൺ തന്നെയാണ്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിലടക്കം ഇടം നേടിയിരുന്നു. എന്നാൽ ഹർദിക്കിനെ സംബന്ധിച്ച് സഞ്ജുവിലേക്ക് വലിയ താല്പര്യം കൊടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്തെത്തിയാൽ ഹർദിക് സഞ്ജുവിനെ ഒതുക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. നേരത്തെയും ഹർദിക് ക്യാപ്റ്റനായിരുന്നപ്പോൾ വേണ്ടത്ര രീതിയിൽ സഞ്ജുവിന് T20 ടീമുകളിലൊന്നും പരിഗണന ലഭിച്ചിരുന്നില്ല. എന്തായാലും നായകനെന്ന നിലയിൽ വലിയ വെല്ലുവിളിയാണ് ഹർദിക്കിനെ കാത്തിരിക്കുന്നതെന്ന് പറയാം.